PSCയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്കിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിക്കുന്നു. ഉദ്യോഗാർത്ഥികളുടെ അമ്മമാരും പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നുണ്ട്. റോഡിൽ കിടന്നാണ് പ്രതിഷേധം. അഖിൽ ഷാ അൻസാർ വാർത്തകൾ വിവരങ്ങൾ വെച്ചിരുന്നു. അഖിൽ, പോലീസുമായി ചർച്ചകൾ നടത്തുന്നുണ്ടോ? ഉദ്യോഗാർത്ഥികൾ കാര്യം ആ റോഡ് അധിക സമയം ഉപരോധിക്കൽ ശരിയാവില്ലല്ലോ. ഹഷ്മി, നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ 20 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുകയാണ്. പല വിധത്തിലുള്ള സമര രീതികളുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് 20ാം ദിവസമാണ്. വിവിധ നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഉദ്യോഗാർത്ഥികൾ റോഡ് മുഴുവൻ വളയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ റോഡ് ഉപരോധിക്കുകയും ഈ വാഹനങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ നിലവിൽ ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ അമ്മമാരുൾപ്പെടെ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. നേരത്തെ ഈ അമ്മമാരടക്കം ഈ റോഡിൽ, അതായത് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് റോഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ ഉദ്യോഗാർത്ഥികളുടെ അമ്മമാരുടെ ഭാഗത്തുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ സാർ ആരെങ്കിലും നോക്കൂ. ഹഷ്മി, ഇപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ അമ്മ ഈ കുഴഞ്ഞു വീണിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവരെ കാണുന്നത്. പക്ഷെ നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ വെയിലാണ്. ആ വെയിലത്ത് കിടന്നുകൊണ്ടാണ് ഇവരാകെ പ്രതിഷേധിക്കുന്നത്. അതായത് അമ്മമാര്, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. അത്തരത്തിൽ വെയിൽ നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാവുന്നതോടെയാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് CPO ഉദ്യോഗാർത്ഥികൾ പോകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന റോഡ് വിരോധം ഉൾപ്പെടെ നമുക്ക് കാണിച്ചു തരുന്നത്. 2019 PSC ലിസ്റ്റ്, അതിൽ 13,000-ഓളം പേർ റാങ്ക് ലിസ്റ്റിൽ വരുന്നു. അതിലാകെ തിരഞ്ഞെടുത്തത് 3,000 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ നിയമനം ഉണ്ടായത്. അതിന് പിന്നാലെ ഈ 10,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ നിലവിൽ പുറത്താണ്. അവർക്ക് അടിയന്തരമായി ഇത്തരത്തിൽ നിയമനം ഉറപ്പാക്കണമെന്നുള്ളതാണ് അവർ കഴിഞ്ഞ 20 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരുന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതുവരെ സർക്കാർ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടിയോ ഒരു ചർച്ചയ്ക്കോ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ അമ്മമാർക്കും ഉൾപ്പെടെ പറയാനുള്ളത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ, അല്ലെങ്കിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഏപ്രിൽ 13 അവസാനിക്കും. അതിനകത്ത് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് വാലിഡായി അവർക്ക് നിയമനം നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് അവർക്കുള്ളത്. എന്തായാലും സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും. കൂടുതൽ പേർ ഇവിടേക്ക് എത്തും. ഒപ്പം ഇതിനൊരു തീരുമാനമാകാതെ ഈ റോഡിൽ നിന്ന് മാറില്ല എന്നുള്ളൊരു നിലപാടിൽ കൂടെയാണ് ഉദ്യോഗാർത്ഥികളുള്ളത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ സാറേ, നിങ്ങളൊക്കെ എത്ര ദിവസം ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ 20 ദിവസമായി ഇവിടെ സമരം ചെയ്യുന്നു. നിങ്ങൾ ഒരു ദിവസങ്ങളിൽ ലൈവ് പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഇത് ലൈവാണ്. ലൈവാണ്. ഇന്നല്ല വന്നത്. അത് ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്ര അധികം ആൾക്കാർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങള് വേറെ ഏതെല്ലാം മീഡിയ വന്നിട്ടുണ്ട്? നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. ഇതിനു മുമ്പ് പോയിട്ടുണ്ടെന്ന് പറ അഖിൽ. ഇതിനു മുമ്പും പലയാവർത്തി പോയിട്ടുണ്ടെന്നും ഇതേ സമയം തന്നെ ഉച്ചസമയത്ത് തന്നെ വാർത്ത ചെയ്തിട്ടുണ്ടെന്നും ആ പയ്യനോട് പറഞ്ഞു. അവൻ അറിയാഞ്ഞിട്ടാ? അല്ല, വെറുതെ പറയാമോ? നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. അല്ല, അവർക്ക് അറിയാത്തതിന്റെ പ്രശ്നം. അതെ ഹഷ്മി, അത് അവർക്ക് അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഈ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അറിയുന്നതാണ്. നമ്മൾ ഇവർക്കൊപ്പം തന്നെ യാത്ര വാർത്ത കാണാത്തതിന്റെ പ്രശ്നമാണെന്ന് പറ. ഇവിടെ കമന്റ് ബോക്സിൽ വരുന്ന ഇവരുടെ കമന്റ് കാര്യമാണ്. ആ സുഹൃത്തിലെ എന്തോ തെറ്റുപറ്റിയതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. 24 നമുക്ക് വേണ്ടിയുള്ള വീഡിയോകളും ന്യൂസുകളും എല്ലാം എപ്പോഴും ചെയ്യാറുണ്ട്. അത് നമുക്കറിയാവുന്ന പ്രവൃത്തിയാണ്. അതായത് ലൈവ് ആയാലും അല്ലാതെ ആയാലും യൂട്യൂബിലായാലും നമ്മുടെ പോലീസ് ഇടപെടുന്ന കാഴ്ചയാണ്. പോലീസ് ഈ സമരത്തിലേക്ക് ഇടപെടുന്നു. പോലീസ് ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഹഷ്മി നമുക്ക് പോകുന്നത്. എന്തായാലും CPO റാങ്ക് ലിസ്റ്റുകാരുടെ സമരത്തിനിടയിൽ അവർ റോഡ് ഉപരോധിച്ചാണ് സമരം. പോലീസുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം പോലീസുകാർ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ സമരക്കാരുടെ അമ്മമാരടക്കം പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ റോഡ് ഉപരോധം. കൊടിയ വെയിലാണ്, നമുക്കറിയാം, നട്ടുച്ച സമയമാണ്. ആ വെയിലത്ത് ടാർ റോഡിൽ കിടക്കുക എന്നൊക്കെ ഉപരോധിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുള്ള അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന അമ്മമാരടക്കം അവിടെയുണ്ട്. പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ട് ആ സമരത്തിന്. അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ അതോ വയ്യാത്ത, അല്ലെങ്കിൽ ആ റോഡിൽ കിടന്ന് നേരത്തെ ആ വെള്ളമൊക്കെ കൊടുത്ത ആ അമ്മയെ മാറ്റുകയാണോ എന്നറിയില്ല. എന്തായാലും റോഡ് ഉപരോധിച്ച സമരം. CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക, അതിൽ നിന്ന് വളരെ ചുരുക്കം പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ കൂടി നിയമിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPO റാങ്ക് ലിസ്റ്റുകാരുടെ സമരം ഇപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാണ്.